നിലമ്പൂരിൽ ഒരു ചതുഷ്കോണ മത്സരം, കൂടുതൽ മെമ്പേഴ്സ് ഉണ്ടെങ്കിലും ശക്തമായ മത്സരം 4 പേർ ആയിട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ അതിനെ ചതുഷ്കോണ മത്സരം എന്ന് പറയുന്നത്. തൊട്ടടുത്ത് വരികയാണ്. അപ്പം നമ്മൾ എന്തൊക്കെയാണ് അവിടെ ചർച്ച ചെയ്യേണ്ടത്? അവിടുത്തെ വോട്ടേഴ്സ് സാധാരണ രീതിയിൽ 500 വർഷം പഴക്കമുള്ള തേക്കിൻ മരങ്ങൾ വളരുന്ന കാടാണ് നിലമ്പൂർ കാട്. എന്ന് വെച്ചാൽ നിലമ്പൂരിന് ഒരു 500 വർഷത്തെ ചരിത്രമെങ്കിലും ഉണ്ട്, ചരിത്രം ഉറങ്ങുന്ന നാടാണ് എന്നർത്ഥം. അപ്പൊ അങ്ങനെ ചരിത്രമുറങ്ങുന്ന ഒരു നാട്, ആ നാട്ടിലെ വോട്ടർമാര്, അവരെ ആർക്കെങ്കിലും വെറുതെ അങ്ങ് സ്വാധീനിക്കാൻ പറ്റുമോ? സ്വാധീനിക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ഞാനൊരു വയനാട് ജില്ലക്കാരിയാണ്, നോർത്ത് വയനാട് ജില്ലക്കാരിയാണ്. അപ്പം വയനാട് ജില്ലയല്ല, മലപ്പുറം ജില്ലയുടെ ഭാഗമാണ് നിലമ്പൂർ. എങ്കിലും പാർലമെന്റ് കോൺസ്റ്റിറ്റ്യുവൻസി വരുമ്പോൾ നിലമ്പൂരും പ്രിയങ്ക ഗാന്ധിയുടെ അഥവാ വയനാടുമായിട്ട് ബന്ധം പുലർത്തുന്ന ഒരു കോൺസ്റ്റിറ്റ്യുവൻസി, ഒരു ഭാഗം, കോൺസ്റ്റിറ്റ്യുവൻസിയുടെ ഒരു ഭാഗമായി വരുന്നു നിലമ്പൂർ. അപ്പൊ അങ്ങനെ കൂടുതൽ എന്താ പറയുക, അടുത്ത് വ്യാപനം നടത്തുന്ന നിലമ്പൂരുകാരും വയനാടുകാരും എന്ന് വേണം അതേപ്പറ്റി പറയാനായിട്ട്. അപ്പം ഞാൻ മനസ്സിലാക്കിയിട്ടിടത്തോളം വളരെ അധികം യുക്തിസഹമായി ചിന്തിച്ചു മാത്രം വോട്ട് രേഖപ്പെടുത്തുന്നവരാണ് നിലമ്പൂർക്കാർ. അവർക്ക് ഒരുപക്ഷെ അബദ്ധം പറ്റിയതാണോ നമ്മുടെ PV അൻവറിനെ ജയിപ്പിച്ചു വിട്ടതിൻ്റെ പുറകിലുണ്ടായ കാരണം, അതോ അദ്ദേഹം കാടിളക്കി അത്തവണ, അതായത് അദ്ദേഹം ജയിക്കേണ്ടിയിരുന്ന കാലഘട്ടങ്ങളിലൊക്കെ കാടിളക്കി പ്രചാരണം നടത്തിയത് കൊണ്ടാണോ, കാടിളക്കി നാടിളക്കി പണമിറക്കി പ്രചാരണം നടത്തിയത് കൊണ്ടാണോ എന്നൊന്നും നമുക്കറിഞ്ഞുകൂടാ. എന്തായാലും ഇപ്പൊ നമ്മുടെ മുൻപിലുള്ള കാൻഡിഡേറ്റ്സ് ആരൊക്കെയാണ്? ഒരു BJP കാൻഡിഡേറ്റ് ഉണ്ട്, അത് മിസ്റ്റർ മോഹൻ ജോർജാണ്. അതുപോലെ തന്നെ വേറൊരു നമുക്ക് സുപരിചിതനായ സ്വരാജ് LDFന്റെ കാൻഡിഡേറ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കെല്ലാം സുപരിചിതനായ ആര്യാടൻ ഷൗക്കത്താണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി. PV അൻവർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു. അങ്ങനെ പോകുന്നു. 4 നമ്മൾ ചതുഷ്കോണ മത്സരത്തിലെ ഈ പ്രധാനപ്പെട്ട 4 വില്ലാളി വീരന്മാർ. അപ്പൊ ഈ വില്ലാളി വീരന്മാർ മത്സരിക്കുമ്പോൾ നമുക്ക് ഓരോരുത്തരെ പറ്റിയും, അല്ലെങ്കിൽ അവരുടെ പാർട്ടിയെ പറ്റി, അവരുടെ പാർട്ടി നിലമ്പൂരിന് വേണ്ടി, കേരളത്തിന് വേണ്ടി, ഇന്ത്യക്ക് വേണ്ടി നടത്തിയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ്, സംഭാവനകൾ എന്തൊക്കെയാണ് എന്നൊക്കെ ഒന്ന് വിലയിരുത്തുന്നത് നന്നായിരിക്കും. അപ്പൊ അങ്ങനെ വിലയിരുത്തുമ്പോൾ ആദ്യമായിട്ട് ഞാൻ മിസ്റ്റർ അൻവർ, അദ്ദേഹത്തെ പെട്ടെന്ന് തന്നെ ഒന്ന് റെഫർ ചെയ്ത് വിട്ടേക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. മിസ്റ്റർ അൻവർ, PV അൻവർ അവിടെ 9 വർഷം അവരെ പ്രതിനിധാനം ചെയ്തു എന്നാണല്ലോ പറയുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ വിദേശ ബിസിനസ്, അതുപോലെ തന്നെ സ്വദേശ ബിസിനസ്, കക്കാടംപൊയിലുള്ള അദ്ദേഹത്തിന്റെ കേന്ദ്രം, അദ്ദേഹത്തിന്റെ ആ ടൂറിസ്റ്റ് കേന്ദ്രം എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് പരിസ്ഥിതി ആഘാതമുണ്ടാക്കും എന്ന് പറഞ്ഞ് കേസിലും ഒക്കെ പെട്ട് കിടക്കുകയായിരുന്നു. ഇപ്പോഴും പൂർണ്ണമായിട്ടും കേസിൽ നിന്ന് ഒഴിഞ്ഞു പോയിട്ടില്ല. തീർച്ചയായും അത് പരിസ്ഥിതിക്ക് ആഘാതമുണ്ടാക്കുമെന്ന് നമുക്കെല്ലാം, അതായത് പരിസ്ഥിതിയെ പറ്റി ഏകദേശ രൂപമുള്ള എല്ലാവർക്കും മനസ്സിലാകും. ആ കക്കാടംപൊയിലിലെ ടൂറിസ്റ്റ് കേന്ദ്രം തീർച്ചയായും പരിസ്ഥിതിക്ക് ആഘാതം ഏൽപ്പിക്കുന്നതാണ് എന്ന്. അങ്ങനെ പരിസ്ഥിതിക്ക് ആഘാതം ഏൽപ്പിക്കുന്ന ഒരു ടൂറിസ്റ്റ് കേന്ദ്രം പടുത്തുയർത്തി അത് കേസിനും ഒക്കെ പോയി അത് തടയണം എന്ന് കോടതി തന്നെ നിർദ്ദേശിച്ചിട്ട് പോലും തടയാതെ, അതായത് തടയിടാൻ സമ്മതിക്കാതെ മുന്നോട്ട് പോകുന്ന അൻവറിന്റെ മനുഷ്യ സ്നേഹം, അതായത് സ്വന്തം നാട്ടുകാരോടുള്ള സ്നേഹം അത്ര എന്താ പറയുക, അത്ര ഇന്നസെന്റ് ആയിട്ടുള്ള, അതായത് സ്വാർത്ഥത ഇല്ലാത്ത സ്നേഹമാണ് എന്ന് വിശ്വസിക്കാൻ മണ്ടന്മാർക്ക് മാത്രമേ പറ്റൂ. കാരണം കനത്ത പാരിസ്ഥിതിക ആഘാതം ഉണ്ടാക്കുന്ന ഒരു ടൂറിസം സ്പോട്ട് ആയിട്ട് പോലും അത് അടച്ചു പൂട്ടാൻ തയ്യാറായില്ല. അത് തുടങ്ങിയത് തന്നെ വലിയ തെറ്റാണ്.
ഇനി തുടങ്ങിക്കഴിഞ്ഞ് ഈ പരിസ്ഥിതി ആഘാതത്തെ പറ്റിയുള്ള ചർച്ചകളൊക്കെ നടക്കുമ്പോൾ, കോടതി പോലും ഇടപെടുമ്പോൾ, പൊതുജനം ഇടപെടുമ്പോൾ തീർച്ചയായിട്ടും അത് വേണ്ട, എനിക്കത് വേണ്ട, ഞാൻ ഈ നാടിനെ സ്നേഹിക്കുന്നു, ഈ പ്രകൃതിയെ സ്നേഹിക്കുന്നു, ഇവിടുത്തെ ജനങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് അത് അടച്ചു പൂട്ടുകയായിരുന്നു അദ്ദേഹം അത് അദ്ദേഹം ചെയ്തില്ല. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, എൻ്റെ കൂടെ പട്ടിണി പാവങ്ങളായ മനുഷ്യരാണുള്ളത്. ഓർമ്മയുണ്ടല്ലോ അദ്ദേഹം പരസ്യമായിട്ട് പറഞ്ഞത്, ഞാൻ മത്സരിക്കുന്നില്ല, കാരണം എൻ്റെ അടുത്ത് 5 രൂപ പോലും മത്സരിക്കണമെന്ന് വിചാരിച്ചാൽ ഇല്ല എന്ന് പറഞ്ഞ് അദ്ദേഹം മത്സരത്തിന് വേണ്ടി പത്രിക കൊടുത്തപ്പോൾ ആ പത്രികയിൽ എഴുതി കൊടുത്തിരിക്കുന്നത് 52,21,00,000 രൂപയുടെ ആസ്തി ഉള്ളതായിട്ടാണ്. തീർച്ചയായിട്ടും കേസിലൊക്കെ പെട്ട് കിടക്കുന്നതുകൊണ്ട് കുറച്ചേറെ കടവുമുണ്ട് അദ്ദേഹത്തിന്, ബാധ്യതയുണ്ട്, ശരി തന്നെ. പക്ഷെ എങ്കിൽ പോലും ബാധ്യത 20 കോടി വരുമെന്ന് വെച്ചോളൂ, എങ്കിലും ഉണ്ട് 32 കോടി 33 കോടിയോളം പിന്നെയും ആസ്തി. അപ്പൊ അത്രയും ആസ്തിയുള്ള ആൾ 5 രൂപ കയ്യിലെടുക്കാനില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ, പറയുന്ന പൊളിവചനം പറയുന്നതിന് ഒരു മടിയുമില്ലാത്ത ഒരു നല്ല മനുഷ്യനായിട്ടാണ് എനിക്ക് അദ്ദേഹത്തെ പറ്റി തോന്നിയത്. അപ്പൊ പ്രിയപ്പെട്ട വോട്ടേഴ്സ്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ഓർമ്മിക്കുക, നിങ്ങളുടെ മുൻപില് പൊയ്മുഖം കാണിക്കുന്ന അൻവറിന്റെ ആ പൊയ്മുഖം അഴിച്ചു വെക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയണം. കാരണം ഇനി ഒരിക്കലും രാഷ്ട്രീയത്തിൽ തല ഉയർത്തി നിൽക്കാൻ അൻവറിനെ അനുവദിക്കാത്ത തരത്തിലുള്ള ഒരു വോട്ടിംഗ് പാറ്റേൺ ആയിരിക്കണം നിലമ്പൂരുകാര് സംഭാവന ചെയ്യുന്നത്. ഇനിയിപ്പോ BJP പ്രതിനിധീകരിക്കുന്ന വീരൻ മോഹൻ ജോർജാണ്, അഡ്വക്കേറ്റ് മോഹൻ ജോർജാണ്. അദ്ദേഹം ഒരു ക്രിസ്തുമത വിശ്വാസിയാണ്. അപ്പം BJP കരുതലോടെയാണ് കരുക്കൾ നീക്കിയത്. കരുതലോടെ കരുക്കൾ നീക്കിയാണ് ഒരു ക്രിസ്ത്യാനിയെ അവിടെ കണ്ടെത്തുന്നത്. അപ്പൊ ഒരു ക്രിസ്ത്യാനിയെ അവിടെ കണ്ടെത്തി, അവിടെ സുപരിചിതനായ ക്രിസ്ത്യാനി, ഒട്ടും മോശക്കാരനല്ലാത്ത ക്രിസ്ത്യാനി, അങ്ങനെ ഒരാളെ കണ്ടെത്തുന്നതിനുണ്ടായ പ്രധാനപ്പെട്ട കാരണം എന്താണ് എന്നറിയണമെങ്കിൽ നമ്മൾ ഗോദ്ര സംഭവത്തിലേക്ക് പോകണം. അവിടെ എന്താണ് സംഭവിച്ചത്? അവിടെ, അതായത് മുസ്ലിംസ് ഇന്ത്യയിൽ 18%, ഇന്ത്യയുടെ പോപ്പുലേഷന്റെ 18% മുസ്ലിംസ്. ക്രിസ്ത്യാനികളാണെങ്കിൽ 3% താഴെയേ ക്രിസ്ത്യാനികളുള്ളൂ. അപ്പൊ ഈ 18% വരുന്നവരെ ഒന്ന് മൂലക്കിരുത്തിയിട്ട് വേണം ഈ 3% താഴെ വരുന്നവരെ മൂലക്കിരുത്താൻ എന്ന ഒരു ധാരണയാണ് ഇപ്പോഴത്തെ BJP ഗവൺമെന്റ്. പണ്ടൊന്നും BJP ഗവൺമെന്റിന് അത്ര തന്നെ സംഘി ചിന്ത ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഇപ്പോഴത്തെ BJP ഗവൺമെന്റിലും വളരെ മതസഹിഷ്ണുതയുള്ള നല്ല മനുഷ്യരുണ്ട്, ഒരു വലിയ പറ്റം. പക്ഷെ അതിനകത്ത് തലപ്പത്തിരുന്ന് കാര്യങ്ങൾ വേണ്ടത് നിയന്ത്രിക്കുന്ന കുറച്ചു പേരുണ്ട്. അവര് യഥാർത്ഥ സംഘികളാണ്. അതുകൊണ്ട് ഈ ഗോദ്ര സംഭവത്തെ പറ്റി നമുക്കറിയാമായിരിക്കാം. ഗോദ്ര സംഭവം കഴിഞ്ഞപ്പോൾ US ഇന്റർനാഷണൽ റിലീജിയസ് ഫ്രീഡംകാര്, അന്ന് നരേന്ദ്രമോദി അവിടുത്തെ 2000 മുതലുള്ള മുഖ്യമന്ത്രിയായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് US വിസ ആവശ്യപ്പെട്ടപ്പോൾ ആ US വിസ നിഷേധിച്ചു. അത് എന്തുകൊണ്ടാണ് നിഷേധിച്ചത്? അവിടെ നടന്നത് ഒരു മതസ്പർദ്ധയുടെ പേരിലുള്ള ലഹളയായിരുന്നു, കരുതി കൂട്ടി ഉണ്ടാക്കിയ ലഹളയായിരുന്നു എന്ന് പറഞ്ഞാണ് US വിസ നിഷേധിച്ചത്. അപ്പൊ അത് കഴിഞ്ഞ് നമ്മൾ വരികയാണ് 2002 കാലഘട്ടത്തിലാണ് നടന്നത് എങ്കിലും നമ്മൾ 2023 വരുമ്പോൾ മണിപ്പൂരിൽ എന്താണ് സംഭവിച്ചത്? അതിനു മുൻപ് തന്നെ മണിപ്പൂരിൽ കുക്കികളും മെയ്തികളും കൂടി വലിയ സംഘർഷം ഉണ്ടായിരുന്നു. കുക്കികൾ ക്രിസ്തുമത വിശ്വാസികളാണ്, പല തരത്തിലുള്ള ക്രിസ്തുമതത്തിൽപ്പെട്ടവരാണ്. മെയ്തികൾ മറിച്ച് ഹിന്ദു വിശ്വാസത്തിൽപ്പെട്ടവരുമാണ്. അപ്പൊ ഹിന്ദുക്കളും മെയ്തികളും കുക്കികളും തമ്മിലുണ്ടായിരുന്ന ആ സംഘർഷമാണ്. അതിന്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല, അതല്ലല്ലോ നമ്മുടെ ചർച്ചാ വിഷയം. 2023 മെയ്യിലാണ് അവിടെ കുക്കികളും മെയ്തികളും തമ്മിലുള്ള വലിയ പ്രശ്നം ഉണ്ടാകുന്നത്. അങ്ങനെ മണിപ്പൂര് സംഘർഷഭരിതമാകുന്നത്. അത് മനഃപൂർവ്വം ഇപ്പൊ ഈ അടുത്ത രാജിവെച്ചു പോയ ബിരേൻ സിംഗ് എന്ന മുഖ്യമന്ത്രി, അദ്ദേഹത്തിന്റെ അറിവോടുകൂടി മാത്രമല്ല, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, അതിനേക്കാൾ ഉപരിയുള്ളവരുടെ അറിവോടുകൂടിയൊക്കെ നടന്ന ഒരു ഹിന്ദു ക്രിസ്ത്യൻ
പ്രശ്നമായിരുന്നു, സംഘർഷമായിരുന്നു അവിടെ ഇരുന്നത്. അതിപ്പോഴും പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല, തീർന്നിട്ടില്ല. അതിന് പരിസമാപ്തി കുറിക്കാൻ ഗവൺമെന്റിന് കഴിഞ്ഞിട്ടില്ല. അത് മാത്രമാണോ, ഈ അടുത്ത ദിവസം, ഈ കഴിഞ്ഞ ദിവസമാണ് മിസ്റ്റർ മോഹൻ ജോർജ് ഒഡീഷയിൽ നിന്ന് കേട്ട വാർത്ത അറിയാമല്ലോ. അവിടെ വൈദികരെയും കന്യാസ്ത്രീകളെയും RSSകാര് ആക്രമിക്കുന്നു, മതപരിവർത്തനത്തിന് ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ്. മിസ്റ്റർ മോഹൻ ജോർജ്, നിങ്ങളൊരു ക്രിസ്ത്യാനിയല്ലേ, നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ ക്രിസ്ത്യാനികൾ എവിടെയെങ്കിലും, അതായത് സുറിയാനി ക്രിസ്ത്യാനികൾ എന്ന് ഞാൻ എടുത്തു പറയട്ടെ, സുറിയാനി ക്രിസ്ത്യാനികളിൽ മാത്രമല്ല കത്തോലിക്കർ മുഴുവനും, എവിടെയെങ്കിലും മതപരിവർത്തനം നടത്താൻ വേണ്ടി സ്കൂളോ അല്ലെങ്കിൽ ആരോഗ്യ പദ്ധതികളോ തുടങ്ങിയിട്ടുണ്ടോ? എൻ്റെ അറിവിൽ ഒരിടത്തും അങ്ങനെയില്ല. അപ്പോ അതായത് ഒഡീഷയിലോ അല്ലെങ്കിൽ ലോകത്തിന്റെ ഏത് ഭാഗത്തും, അത് കേരളത്തിലാകട്ടെ കർണാടകത്തിലാകട്ടെ ലോകത്തിന്റെ ഏത് ഭാഗത്തുമാകട്ടെ, ക്രിസ്ത്യാനികൾ എന്താണ് ചെയ്യുന്നത്? ഒരു നാട്ടിൽ ചെന്നാൽ യേശുക്രിസ്തു അവരെ പഠിപ്പിച്ചിരിക്കുന്നത്, അതായത് പാവപ്പെട്ടവരിൽ ഏറ്റവും താഴ്ന്നവനിൽ എന്നെ കണ്ടെത്തുക, യേശുക്രിസ്തുവിനെ കണ്ടെത്തുക എന്നാണ്. ആ യേശുക്രിസ്തുവിനെ കണ്ടെത്തുക എങ്ങനെയാണ് കണ്ടെത്തുക? അവർക്ക് സൗജന്യ ആരോഗ്യ പദ്ധതികൾ നടത്തി, അതുപോലെ തന്നെ വിദ്യാഭ്യാസ പദ്ധതികൾ നടത്തി. എനിക്കറിയാം, ഞാന് പിന്നെ എത്രയാ ഒരു അതായത് 1952 വയനാട് ജില്ലയിൽ എത്തിയതാണ് കുടിയേറ്റം വഴിയായിട്ട്. അന്നൊന്നും അവിടെ എൻ്റെ ഒപ്പം 1-ാം ക്ലാസ്സിൽ ചേർന്ന ചേട്ടന്മാര്, ഒരു 20-25 വയസ്സുള്ള ചേട്ടന്മാരാണ് അന്ന് 1-ാം ക്ലാസ്സിൽ പഠിച്ചിരുന്നത് എൻ്റെ ഒപ്പം. ഞാൻ 5 വയസ്സിൽ 1-ാം ക്ലാസ്സിൽ ചെല്ലുമ്പോൾ അവിടെ ഉണ്ടായിരുന്നത് 25 വയസ്സൊക്കെയുള്ള ചേട്ടന്മാരാണ്. അതെന്താണ് അങ്ങനെ പറയാൻ കാരണം? അതുവരെ അവിടെ സ്കൂൾ ഇല്ലായിരുന്നു. ക്രിസ്ത്യാനികൾ ചെന്നാണ് അവിടെ ഒരു സ്കൂൾ തുടങ്ങുന്നത്. അങ്ങനെ സ്കൂൾ വന്നപ്പോൾ പഠിക്കാൻ വരുന്നു എല്ലാ ജാതി വിഭാഗത്തിൽപ്പെട്ടവരും. അപ്പോ ക്രിസ്ത്യാനികൾ എവിടെയൊക്കെ ചെല്ലുന്നൊക്കെ ഉണ്ടോ അവിടെയൊക്കെ സ്കൂളുകൾ തുടങ്ങുന്നു, അവിടെയൊക്കെ ആരോഗ്യ സംവിധാനം കൊടുക്കുന്നു. അത് മതപരിവർത്തനത്തിനായിട്ടല്ലല്ലോ, അത് യേശുക്രിസ്തു പഠിപ്പിച്ചതുപോലെ, ആ യേശുക്രിസ്തു പഠിപ്പിച്ചത് എന്തോ അത് കാഴ്ചവെക്കുവാൻ വേണ്ടിയാണ് അവരവിടെ ചെല്ലുന്നത്. ഇത് തന്നെയാണ് ഒഡീഷയിലും ഇന്ത്യയുടെ ഏത് ഭാഗത്തും ലോകത്തെവിടെയും ക്രിസ്ത്യാനികൾ ചെയ്യുന്നത്. അവരൊരിക്കലും ടെററിസ്റ്റുകളാകാനോ അല്ലെങ്കിൽ മതമാറ്റത്തിനോ വേണ്ടിയല്ല. ആരെങ്കിലും മനഃപൂർവ്വം സന്തോഷത്തോടു കൂടി ഞങ്ങൾ ഈ മതത്തിലേക്ക് ചേർന്നോട്ടെ എന്ന് പറഞ്ഞ് ചോദിച്ചു വന്നാൽ തീർച്ചയായിട്ടും ചേർക്കും. അത് അവരുടെ ദൗത്യമാണ്, അത് മാത്രമാണ്. അത് അങ്ങനെയുള്ള ഒരു സഭയെയാണ് മണിപ്പൂരില്, അതുപോലെ തന്നെ ഒഡീഷയില്, അതുപോലെ എവിടെയെല്ലാം നമുക്കറിയാം ഇറച്ചി കൊണ്ടുപോയതിന്റെ പേരില് ഒക്കെ ഓരോ സ്ഥലത്തൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങള്. അപ്പോ ഇതൊക്കെ മിസ്റ്റർ മോഹൻ ജോർജ് മനസ്സിൽ കരുതിയിരിക്കണം. തന്നെ ഒരു സ്ഥാനാർത്ഥിയാക്കി കണ്ടെത്തിയ സന്തോഷത്തിൽ BJP തുള്ളിച്ചാടുമ്പോൾ മനസ്സിൽ ഓർക്കുക, യേശു ക്രിസ്തു എനിക്ക് തന്ന ദൗത്യം ഇതല്ല. ഈ BJPക്ക് വേണ്ടി സ്ഥാനാർത്ഥിയായി ക്രിസ്ത്യാനികളുടെ വോട്ട് വാങ്ങി BJP സ്ഥാനാർത്ഥിക്ക് കൊടുത്ത്, BJP ആയ സ്ഥാനാർത്ഥിയായി ഞാൻ വാങ്ങിച്ച് എല്ലാവരെയും പ്രതിനിധീകരിക്കുന്ന അരിയാടൻ ഷൗക്കത്തിനെ പോലുള്ളവരുടെ വോട്ട് നില കുറച്ച് അവനെ പരാജയപ്പെടുത്തുക, അതല്ല യേശുക്രിസ്തു എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്ന കാര്യം മിസ്റ്റർ മോഹൻ ജോർജ് അഡ്വക്കേറ്റ് ആണ്. താങ്കൾ വളരെ ക്രിയാത്മകമായിട്ടും വസ്തുനിഷ്ഠമായിട്ടും ചിന്തിക്കാൻ കഴിവുള്ളവനാണ്. അപ്പോൾ താങ്കൾ ഈ തരത്തില് അതായത് ഒന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും. ഇത് ശരിയാണോ ഞാനിങ്ങനെ ഇതായത്, അല്ലെങ്കിൽ ഞാൻ ഇതിനു വേണ്ടിയിട്ട് വോട്ട് പിടിച്ച് നടക്കുന്നത് എന്നൊക്കെ ഒന്ന് ആലോചിക്കുന്നത് തീർച്ചയായിട്ടും ഉചിതമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി നമ്മൾ സ്വരാജിലേക്ക് വന്നാലോ. സ്വരാജ് വളരെ, അതായത് ഒരു കാരണവശാലും നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റാത്ത ഒരു നിലമ്പൂർക്കാരനായ, നിലമ്പൂരിന്റെ സന്തതിയായ നല്ലൊരു LDF കാരനാണ് സ്വരാജ്. പക്ഷെ സ്വരാജിന് വോട്ട് കൊടുക്കാൻ അവർ പറയണത് LDFന്റെ കഴിഞ്ഞ 9 വർഷത്തെ നേട്ടങ്ങളെ പറ്റിയാണ് സ്വരാജിന് നിരത്താനുള്ളത്. എൻ്റെ പ്രിയപ്പെട്ട സ്വരാജ്, എന്താണ് ഈ കഴിഞ്ഞ 9 വർഷം കൊണ്ട് LDF കേരളത്തിന് വേണ്ടി നേടിയത്? അതായത് മിസ്റ്റർ ചന്ദ്രശേഖർ, അതായത് നമ്മുടെ BJPയുടെ ഇവിടുത്തെ ഹെഡ്, അദ്ദേഹത്തിന്റെ ഒരു ഇൻട്രൊഡക്ടറി സ്പീച്ചിൽ പറയുന്നത് ഞാൻ കേട്ടു. നരേന്ദ്രമോദി നടപ്പിലാക്കുന്ന പദ്ധതികൾ, നരേന്ദ്രമോദിയുടെ ചിത്രം മാറ്റി പിണറായി വിജയന്റെ ചിത്രം വെച്ച് പിണറായി വിജയൻ നടപ്പിലാക്കുകയാണ് പതിവ് എന്ന്. അത് പോകട്ടെ, ഒന്ന് ആലോചിച്ചു നോക്കൂ.
ഈ ദേശീയ നാഷണൽ ഹൈവേ, കേരളത്തിലൂടെ പോകുന്ന നാഷണൽ ഹൈവേ ഏകദേശം പൂർണ്ണമാകാൻ പോകുന്ന ഒരു ദശയിലായിരുന്നല്ലോ ഒരു 2 ആഴ്ച മുൻപ് വരെ, ഈ അവിടുത്തെ കൂരിയാട് സംഭവമൊക്കെ ഉണ്ടാകുന്നതിന് മുൻപ് വരെ. ആ സമയത്ത് മിസ്റ്റർ പിണറായി വിജയൻ തന്നെ, നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അദ്ദേഹത്തിന്റെ ഒപ്പമുള്ള മന്ത്രിമാരും ഒക്കെ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞത് ആ നാഷണൽ ഹൈവേയുടെ ആ മുതൽ ക്ഷാ വരെ സംസ്ഥാന ഗവൺമെന്റിൻ്റെതാണ് എന്നാണ്. കാരണം അത്രയധികം സംഭാവന, ഭൂമി ഏറ്റെടുക്കുന്നത് തൊട്ട് ഒരുപാട് സംഭാവന സംസ്ഥാന ഗവൺമെന്റ് ചെയ്തിട്ടുണ്ടെന്നാണ്. പക്ഷെ ഇപ്പൊ എവിടെ ഇരിക്കുന്നു മിസ്റ്റർ സ്വരാജ് ആ നാഷണൽ ഹൈവേയുടെ അവസ്ഥ? ഇനി അത് ഒന്നിൽ തുടങ്ങി അവസാനിപ്പിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നില്ലേ? അതുകൊണ്ട് ധർമ്മസങ്കടത്തിലായി വെള്ളത്തിൽ കിടക്കുന്ന എത്രയായിരം ജനങ്ങളാണ് ആ നാഷണൽ ഹൈവേയുടെ അപ്പുറവും ഇപ്പുറവും ഉള്ളത് എന്നും കൂടി താങ്കൾ ഒന്ന് കണനോക്കും. ഇനി അതുപോലെ തന്നെ വിഴിഞ്ഞം തുറമുഖം, അതും പിണറായി വിജയന്റെ മാത്രം സന്ധിതയാണ്. 2015 ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ് അതിന് കല്ലിട്ടത്, തീരുമാനത്തിലെത്തിയത് ഒക്കെ ശരിയാണ്. പക്ഷേ അന്നു മുതൽ തുടങ്ങി 2019 ആദ്യഘട്ടം തീരുമെന്ന് പറഞ്ഞ് 2025 ആദ്യഘട്ടം തീർത്തത്. അത്രയും ദീർഘിച്ചു പോയത് തീർച്ചയായിട്ടും LDF ഗവൺമെന്റിന്റെ കൈകാര്യം ചെയ്യലിലെ പ്രശ്നങ്ങൾ കൊണ്ടാണെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. എന്നിട്ട് പോലും അത് ഞങ്ങളുടെ മാത്രം, അതിന്റെ പിതാവ്, ആ വിഴിഞ്ഞം പ്രോജക്ടിന്റെ പിതാവ് പിണറായി വിജയനാണെന്ന് ക്ലെയിം ചെയ്യാൻ ഒരു മടിയും LDFന് ഉണ്ടായിരുന്നില്ല. ഒക്കെ ശരി, സന്തോഷം, അത് പൂർത്തിയായല്ലോ. ഇപ്പോ ആ MSC കപ്പൽ മുങ്ങി സർവത്ര നാശവും വരുത്തി വെച്ചു. അത് വകയായിട്ട് കേരളത്തിന് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാകും, തീരദേശവാസികൾക്ക് നഷ്ടങ്ങൾ ഉണ്ടാകും. ആ നഷ്ടങ്ങളുടെ ഉത്തരവാദിത്വം കൂടി മിസ്റ്റർ പിണറായി വിജയൻ ഏറ്റെടുക്കുമോ മിസ്റ്റർ സ്വരാജ്? അത് ഞാൻ ചോദിക്കാം. ഒക്കെ പോട്ടെ, ഇനി ഒന്ന് ആലോചിച്ചു നോക്കൂ. അവിടെ നിന്ന് ഈ വിഴിഞ്ഞം പ്രോജക്ടിന്റെ പേരിൽ നിഷ്കാസിതരായ മത്സ്യത്തൊഴിലാളികൾ, അവർക്ക് എന്താണ് കൊടുത്തത്? അവരെ ഇതുവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യാനുള്ള നല്ല ഒറ്റ പദ്ധതിയും വന്നിട്ടില്ല. അപ്രോച്ച് റോഡിന്റെ കാര്യമൊന്നും ഞാൻ ചോദിക്കുന്നില്ല. അപ്രോച്ച് റോഡ് വരാത്തത് കാരണം കൊണ്ട് വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് വരേണ്ടി തിരുവനന്തപുരത്തും, അതായത് കൊല്ലം, തിരുവനന്തപുരം, പുനലൂർ ആ മേഖലയിലൊക്കെ വരേണ്ടിയിരുന്ന വികസനം ഒന്നും വന്നിട്ടില്ല. അതിന് ചെറുവിരൽ പോലും ഇതുവരെ അനക്കിയിട്ടില്ല. ഈ ബജറ്റില് അതിനുള്ള ഒരു ത്രികോണ പ്രോഗ്രാം കൊണ്ടുവന്നിട്ടുണ്ട്. അതിനി ആര് നടപ്പാക്കും? 1 വർഷം കൊണ്ട് ഈ ഗവൺമെന്റ് നടപ്പാക്കുമോ? ഓക്കെ, അതാണ് അവസ്ഥ വിഴിഞ്ഞം പ്രോജക്ടിന്റെ. അതൊക്കെ പോകട്ടെ, ഇതാ മത്സ്യത്തൊഴിലാളികളുടെ ഇപ്പൊ പിടിക്കാനായിട്ട് കടലിൽ പോകാൻ പറ്റാത്ത ഒരവസ്ഥയാണല്ലോ, ട്രോളിംഗ് നിരോധനമുള്ള സമയം. ഈ ട്രോളിംഗ് നിരോധനമുള്ള സമയത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു ക്ഷേമനിധി ഏർപ്പെടുത്തി. ആ ക്ഷേമനിധി എങ്ങനെയാണ്? 1500 രൂപ കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളി സംഭാവന ചെയ്യുക, 1500 രൂപ സംസ്ഥാന ഗവൺമെന്റ് സംഭാവന ചെയ്യുക, 1500 രൂപ കേന്ദ്ര ഗവൺമെന്റ് സംഭാവന ചെയ്യുക. അങ്ങനെ 4500 രൂപ വീതം 3 മാസം, മെയ്, ജൂൺ, ജൂലൈ മാസങ്ങളിലെ മത്സ്യത്തൊഴിലാളികൾക്ക്, ഉൾനാടൻ മത്സ്യകൃഷി നടത്തി ജീവിക്കുന്നവർക്ക് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ 4500 രൂപ വീതം കിട്ടേണ്ടതാണ്. എവിടെയുണ്ട് മിസ്റ്റർ സ്വരാജ് ആ പണം ഗവൺമെന്റിന്റെ ഖജനാവിൽ ഇല്ല. അത് വകമാറ്റി ചെലവഴിച്ചു മുഖം മിനുക്കാൻ. അതായത് മിസ്റ്റർ ചന്ദ്രശേഖർ പറഞ്ഞതുപോലെ തന്നെ ഈ നരേന്ദ്രമോദി പറഞ്ഞ കാര്യങ്ങൾ തന്നെ എന്റേതാണ് എന്ന് വരുത്തി തീർക്കാനും, മറ്റതുപോലെ പല പ്രോജക്ട്സും സ്വന്തമാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി റീൽസ് ഉണ്ടാക്കാനും സിനിമ പിടിക്കാനും അങ്ങനെയുള്ള എല്ലാ പ്രചാരണ തന്ത്രങ്ങൾക്കും വേണ്ടി, അതായത് നവകേരള സദസ് മുതൽ എന്റെ കേരളം ഒക്കെ 100 കോടിക്ക് അടുപ്പിച്ച് പണം ചെലവഴിച്ചാണ് ആശാ വർക്കർമാരെ കരയിച്ചുകൊണ്ട് എല്ലാത്തരം, അതുപോലെ തന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗഡുക്കളാക്കി കൊടുക്കാതെ, ഇങ്ങനെയൊക്കെയാണ് ഈ പണമൊക്കെ കണ്ടെത്തി ഖജനാവിലേക്ക് വരുന്ന പണം മുഴുവനും. നികുതി വരുമാനമുണ്ട്, GST വരുമാനമുണ്ട്. ഇതൊക്കെ അതുപോലെ വകമാറ്റി CAGയുടെ റിപ്പോർട്ടുകൾ എടുത്ത് നോക്കണം മിസ്റ്റർ സ്വരാജ്. ആ CAG റിപ്പോർട്ടുകൾ എടുത്ത് നോക്കിയാൽ അറിയാം, വരുന്ന പണമെല്ലാം ഒരു വകുപ്പിനും കിട്ടാതെ ഓരോ വകുപ്പിൽ നിന്നും വകമാറ്റി കൊണ്ടുപോകുന്നു. അങ്ങനെ വകമാറ്റി കൊണ്ടുപോകുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് കിട്ടേണ്ടിയിരുന്നത് കിട്ടിയില്ല. അങ്കണവാടിയിലേക്ക് കുട്ടികൾക്ക്, അതുപോലെ തന്നെ സ്കൂളില് ഉച്ചക്കഞ്ഞിക്ക് ഫണ്ടില്ലാതെ ബുദ്ധിമുട്ടുന്ന അധ്യാപകര്,
ഇങ്ങനെ പോകുന്നു നിരന്ന് നമുക്ക് നോക്കുകയാണെങ്കിൽ, അതായത് കഷ്ടപ്പാടുകളുടെ, അതായത് എല്ലാം അങ്ങനെ എല്ലാ തരത്തില് എല്ലാവരെയും കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്തിലാണ് അയ്യോ, രണ്ടാം പിണറായി ഭരണം ഏറ്റെടുത്തത് ഒന്നാം പിണറായി ഗവൺമെന്റിന്റെ മഹത്വം കൊണ്ടാണെന്ന് ഒരു വലിയ പ്രഖ്യാപനം. ഞാനൊന്ന് ചോദിക്കട്ടെ, കോവിഡ് വന്നപ്പോൾ എന്താണ് രണ്ടാം പിണറായി ഗവൺമെന്റ് വരാനുണ്ടായ കാരണം? കോവിഡ് വന്നപ്പോൾ കിറ്റും കമ്മ്യൂണിറ്റി കിച്ചണും കൊണ്ട് ഈ നാട്ടിലെ പട്ടിണി കിടക്കുമായിരുന്ന മനുഷ്യരെ, അതുപോലെ തന്നെ അന്യ സംസ്ഥാനത്ത് നിന്ന് തൊഴിലിന് വന്നിരിക്കുന്ന മനുഷ്യരെ ഒക്കെ തീറ്റിപ്പോറ്റി. അത് കഴിഞ്ഞ് കോവിഡ് മാറിയിട്ടും കിറ്റ് കൊണ്ടുപോയി കൊടുത്തു, ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് അതിന് സഖാക്കൾ സഹായിച്ചു, റേഷൻ കടക്കാർ സഹായിച്ചു. എവിടുന്ന ഈ കിച്ചനും കമ്മ്യൂണിറ്റി കിച്ചനും പണം ഉണ്ടായത്, വസ്തുക്കൾ ഉണ്ടായത്? 2013 ഭക്ഷ്യസുരക്ഷ ആക്ട്, UPA ഗവൺമെന്റിന്റെ കാലത്ത് കൊണ്ടുവന്ന ഭക്ഷ്യസുരക്ഷ ആക്ട്, അതാണ് കാരണം. ആ ആക്ട് എന്താണ് പറയുന്നത് എന്നറിയാമോ പ്രിയപ്പെട്ട ശ്രോതാക്കളെ? അതായത് ഒരു പ്രതിസന്ധി, കോവിഡ് പോലെ ഒരു പ്രതിസന്ധി, പട്ടിണിയുടെ ഒരു അന്തരീക്ഷം ഉണ്ടായാൽ, ആ അന്തരീക്ഷം ഉണ്ടാകുമ്പോൾ 68% ജനങ്ങൾക്ക്, താഴെ തട്ടിൽ നിന്ന് മുകളിലേക്കുള്ള 68% ജനങ്ങൾക്ക് ഭക്ഷണം കൊടുത്തിരിക്കണം. ഭക്ഷണം അവകാശമാക്കുന്ന നിയമമാണ്. ഭക്ഷണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത്തിരി കഞ്ഞിയും ഒരു ചമ്മന്തി അല്ലെങ്കിൽ ഒരു അച്ചാറും കൊടുക്കുക അല്ല ചെയ്യേണ്ടത്. ഭക്ഷണം എന്ന് പറഞ്ഞാൽ 5 തരം പയറുവർഗ്ഗങ്ങൾ, അരി, ഗോതമ്പ്, ആട്ട, ഭക്ഷ്യ എണ്ണ, പഞ്ചസാര, ഇത്രയും ഐറ്റംസ് ആണ് ഈ 68% ജനങ്ങൾക്ക് ഫ്രീ ആയിട്ട് കൊടുത്തിരിക്കേണ്ടത്. കോവിഡ് കാലം ലോകത്തെ മുഴുവനും ഞെരിച്ച ആ കാപത്ഘട്ടം, ആ ഘട്ടത്തിൽ കേന്ദ്രം പ്രൊക്യൂർ ചെയ്ത് വെച്ചിരുന്ന, സംഭരിച്ചു വെച്ചിരുന്ന ഈ പറയപ്പെട്ട എല്ലാ സാധനങ്ങളും ഇഷ്ടം പോലെ കേരളത്തിലേക്ക് ഒഴുകി, ഫ്രീ ആയിട്ട് 5 പൈസ പോലും കൊടുക്കാതെ കേരളത്തിലേക്ക് ഒഴുകി. അതിലെ കുറെ, അതായത് ചില അപ്പർ ഇതിലുള്ള കാർഡുകാർക്ക് കേന്ദ്രം 13 രൂപയ്ക്കോ മറ്റോ തരുന്ന അരിയാണ് 18 രൂപയ്ക്ക് കിട്ടുമായിരുന്നത്. അതല്ല, ആദ്യത്തെ ഏറ്റവും അടിത്തട്ടിലെ 2 കാർഡുകാർക്ക് എല്ലാം ഫ്രീ ആണ്, പൂർണ്ണമായിട്ടും ഫ്രീ. അങ്ങനെ കിട്ടിയ അതിനെയാണ് പിന്നെ കിറ്റും കമ്മ്യൂണിറ്റി കിച്ചൺ ആക്കിയത് ആരാണ്? കുടുംബശ്രീ മെമ്പേഴ്സ് ആണ്. ആ കുടുംബശ്രീ മെമ്പേഴ്സിന്റെ അധ്വാനം കൊണ്ട് കമ്മ്യൂണിറ്റി കിച്ചൺസ് ഒക്കെ നന്നായി നടന്നു. അതിന് അവർക്ക് ഗവൺമെന്റ് 20,000 കോടി അന്ന് ഈ ദുരന്തത്തിന് വേണ്ടി മാറ്റിവെച്ചിരുന്നു. അതിൽ നിന്ന് 4,000 കോടിയോ മറ്റേ കുടുംബശ്രീക്കാണ് കൊടുത്തത്. അങ്ങനെ കുടുംബശ്രീയാണ് ഈ കമ്മ്യൂണിറ്റി കിച്ചൺ നടത്തിയത്. കിറ്റാക്കിയത് റേഷൻ കടക്കാരാണ്. അതായത് കോവിഡ് എല്ലാം കഴിഞ്ഞ് ഇലക്ഷനൊക്കെ അടുക്കാറായപ്പോഴത്തേക്കും എല്ലാ വീടുകളിലും കിറ്റ് കൃത്യമായി ചെന്നുകൊണ്ടിരുന്നു. അത് റേഷൻ കടക്കാരുടെ സഹായത്തോടെ. അങ്ങനെ കിറ്റാക്കി കൊടുത്തതിന്റെ പ്രതിഫലം കിട്ടിയില്ലെന്ന് പറഞ്ഞ ഇടയ്ക്കിടയ്ക്ക് ഗവൺമെന്റിനോട് ഞങ്ങൾ സമരത്തിനിറങ്ങുന്നു എന്ന് പറഞ്ഞ് റേഷൻ കടക്കാർ ഇപ്പോഴും ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 1 മാസം മുൻപും അവര് സമരത്തിനിറങ്ങുന്നു എന്ന് പറഞ്ഞ് മുറവിളി കൂട്ടിയിരുന്നു. അപ്പൊ അവരെ എങ്ങനെയെങ്കിലും ആശ്വസിപ്പിച്ച് നാളെ ആവട്ടെ മറ്റന്നാളാകട്ടെ എന്ന് പറഞ്ഞു. ഇതാണ് രണ്ടാം പിണറായി ഗവൺമെന്റ് വരാനുണ്ടായ, അതായത് കിറ്റും കമ്മ്യൂണിറ്റി കിച്ചണും. പിന്നെ വിഴിഞ്ഞം പ്രോജക്റ്റ് അതൊന്നും നടപ്പാക്കിയില്ലെന്ന് ഞാൻ പറയുന്നില്ല, അതിനുവേണ്ടി പറ്റുന്നത് ചെയ്തു. അതേ സമയത്ത് സ്വരാജ് ഓർമ്മിക്കുക, എന്താണ് നിലമ്പൂരിനു വേണ്ടി PV അൻവർ ചെയ്തത്, അല്ലെങ്കിൽ LDF ഗവൺമെന്റ് ചെയ്തത്, വയനാടിന് വേണ്ടി ചെയ്തത്, ഇടുക്കിക്ക് വേണ്ടി ചെയ്തത്, അതുപോലെ മലയോര ജില്ലകൾക്ക് വേണ്ടി ചെയ്തത്. കാട്ടുമൃഗങ്ങൾ പുറകെയുണ്ട്. ഈ ആശാവർക്കർമാരോട് കാണിക്കുന്ന ക്രൂരത, വയനാട് ജില്ലയിലും ഇടുക്കി ജില്ലയിലും ഒക്കെ ആനയെ പേടിച്ച്, പുലിയെ പേടിച്ച്, കടുവയെ പേടിച്ച് യാത്ര ചെയ്യുന്നവരാണ് ഈ പാവപ്പെട്ട ആശാവർക്കർമാര്. അവർക്കാണ് 230 രൂപ കൊണ്ട് ഒരു മാസം നിങ്ങളുടെ ചെലവ് കഴിച്ചു കൊള്ളണം, 21,000 തരില്ലെന്ന് പറയുന്നത്. അതേ സമയത്ത് ഒരു അന്യ സംസ്ഥാന തൊഴിലാളി ഇവിടെ വന്നു നിന്ന് 1,250 രൂപ വിലയ്ക്ക് 30 ദിവസം ജോലി ചെയ്താൽ അവന് 37,500 രൂപ കൂലി കിട്ടുമെന്ന് ഓർക്കണം. അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്താണ് 21,000 രൂപ കൊടുക്കാമെന്ന് ബജറ്റിൽ പറഞ്ഞിട്ടുണ്ട്, അല്ല മാനിഫെസ്റ്റോയില് LDF. എന്നിട്ടും അവരെ വെയിലത്തും മഴയത്തും കിടത്തി കണ്ണീര് കുടിപ്പിക്കുന്നു. അതവിടെ ഇരിക്കട്ടെ. അപ്പൊ ഇങ്ങനെയൊക്കെ, അതുപോലെ അപ്പൊ ഈ കർഷകർക്ക് വേണ്ടി എന്ത് ചെയ്തു ഇത്തവണ? ബജറ്റ് എടുത്ത് നോക്കണം മിസ്റ്റർ സ്വരാജ്. കർഷകർക്ക് വേണ്ടി കാർഷിക മേഖലയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നതിനേക്കാൾ കൂടുതൽ പണം കുടുംബശ്രീക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. കാരണം എന്താണ്?
കുടുംബശ്രീ LDFന്റെ ക്യാപ്റ്റീവ് ഓഡിയൻസ് വാടി ഇവിടെ എന്ന് പറഞ്ഞാൽ അവിടെ എത്തിയിരിക്കും, പിടിക്കടി കൊടി എന്ന് പറഞ്ഞാൽ കൊടി പിടിച്ചിരിക്കും. അങ്ങനെ കിട്ടുന്ന ഒരു ജനം കുടുംബശ്രീ വനിതകൾ മാത്രം. എനിക്ക് അവരോട് വലിയ റെസ്പെക്ട് ഉണ്ട്. കുടുംബശ്രീ വനിതകൾ ഇങ്ങനെ ക്യാപ്റ്റീവ് ഓഡിയൻസ് ആയി പോകുന്നതിനോട് എനിക്ക് കടുത്ത പ്രതിഷേധമുണ്ട്. സ്വന്തം കാലിൽ നിൽക്കുന്ന ഈ സംസ്ഥാനത്തിന്റെ മാനം കാത്തു സൂക്ഷിക്കുന്നവരാണ് ഇപ്പോൾ കുടുംബശ്രീകള്. അതായത് ഇവിടെ എന്തെങ്കിലും വ്യവസായം ഉണ്ടെങ്കിൽ അവരുടെ മൈക്രോ എന്റർപ്രൈസസ് ആണ് അങ്ങനെ നമുക്ക് പറയാവുന്നതായിട്ടുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ഒരു കുടുംബശ്രീകള് അവരെ നന്നായിട്ട് ഉപയോഗിച്ചാണ് നവകേരള സദസ്സും കേരളീയവും എന്റെ കേരളം പരിപാടിയും ഒക്കെ അവരെ ഓഡിയൻസ് ആക്കിക്കൊണ്ടാണ് നടത്തുന്നത്. അങ്ങനെ പോകുന്നു നമ്മുടെ LDF ഗവൺമെന്റിന്റെ വർണ്ണിക്കുകയാണെങ്കിൽ. അതേ സമയത്ത് നമ്മൾ ആര്യാടൻ ഷൗക്കത്തിന്റെ അടുത്തേക്ക് വരാം. ആര്യാടൻ ഷൗക്കത്ത് കോൺഗ്രസിന്റെ പ്രതിനിധിയാണ്. എന്നാണ് കോൺഗ്രസ് ഇന്ത്യയിൽ തുടങ്ങിയത്? 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പിറവിയെടുക്കുന്നത്. അങ്ങനെ എന്താണ് ആ കോൺഗ്രസ്? അന്ന് LDF എവിടെയായിരുന്നു? അന്ന് RSSും BJPയും എവിടെയായിരുന്നു? അവരൊന്നും നിലവിലില്ലായിരുന്നു. നിലവിലുണ്ടെങ്കിൽ തന്നെ അവരൊക്കെ ബ്രിട്ടീഷ് ഗവൺമെന്റിനോട് കൂറു പുലർത്തി സ്വന്തം കാര്യം സിന്ദാബാദ് എന്ന് പറഞ്ഞ് നടക്കുകയായിരുന്നു ചെയ്തത്. മഹാത്മാഗാന്ധിയുടെ കീഴിൽ ജവഹർലാൽ നെഹ്റുവിനോടൊത്ത് ഇന്ത്യൻ നാഷണൽ ഒരുപാട് മഹാരഥന്മാര്, ആ മഹാരഥന്മാരുടെ അവര് നയിച്ച പാതയിലൂടെ ഒരു പിടി ജനങ്ങൾ മുൻപോട്ട് പോയി സഹന സമരങ്ങളിലൂടെ നോൺ കോഓപ്പറേഷനിലൂടെ അങ്ങനെയൊക്കെ മുൻപോട്ട് പോയി ആണ് 1947 നമ്മൾ സ്വാതന്ത്ര്യം പ്രാപിക്കുന്നത്. അങ്ങനെ സ്വാതന്ത്ര്യം പ്രാപിച്ചതിന് ശേഷമോ അന്ന് ഇന്ത്യയുടെ അവസ്ഥ എന്തായിരുന്നു? 1950 ഇന്ത്യയുടെ ആകെ ഭക്ഷ്യോൽപാദനം 50.8 ദശലക്ഷം ടണ്ണായിരുന്നു. ആ 50.8 ദശലക്ഷം ടൺ എന്ന് വെച്ചാല് ഒട്ടുമിക്ക ഒരു വർഷത്തിന്റെ 3-4 മാസമെങ്കിലും പട്ടിണിയായിരിക്കും ഒട്ടുമിക്ക ജനങ്ങൾക്കും. അതിനൊക്കെ സഹായം കിട്ടിയിരുന്നത് അമേരിക്കയുടെ PL 480 പബ്ലിക് ലോ 480. ആ നിയമം അനുസരിച്ച് നമുക്ക് അവിടെ നിന്ന് കിട്ടിയിരുന്ന മൈദ, ചെറുപയറ്, അരിയല്ല ഗോതമ്പാണ് അധികവും കിട്ടിയിരുന്നത്, മൈദ, ഇതൊക്കെ ഉപയോഗിച്ചാണ് ഇവിടുത്തെ പട്ടിണി അകറ്റിയിരുന്നത്. ആ അവസ്ഥയിൽ നിന്ന് ഒരുപാട് പറയാനുണ്ട്, അതേപ്പറ്റി നേരെ ഇല്ലാത്തതുകൊണ്ട് പറയുന്നില്ല. ആ അവസ്ഥയിൽ നിന്നാണ് ഇപ്പോഴത്തെ ഈ വർഷത്തെ ഭക്ഷ്യോൽപാദനം എത്രയാണ്? 335 ദശലക്ഷം ടണ്ണാണ് ഭക്ഷ്യോൽപാദനം. 50.8 ദശലക്ഷം ടണ്ണിൽ നിന്നാണ് 335 ദശലക്ഷം ടണ്ണിലേക്ക് കൊണ്ടുവരുന്നത്. ആരാണ് അതിന് ഉത്തരവാദി? തീർച്ചയായിട്ടും ഏത് കണ്ണുപൊട്ടനും പറയാൻ പറ്റും അത് കോൺഗ്രസിന്റെ ചരിത്രത്തിന്റെ ഭാഗമാണ് എന്ന്. ഇന്ത്യയെ ഭക്ഷ്യ സ്വയം പര്യാപ്തതയിലേക്ക് ആരാണ് അതിന്റെ ചുക്കാൻ പിടിച്ചത്? അതിന് ചുക്കാൻ പിടിച്ചത് മിസ്സിസ് ഗാന്ധി ആയിരുന്നു, ഇന്ദിരാഗാന്ധി ആയിരുന്നു. 1966 കൊടും പട്ടിണിയുടെ ഒരു കാലഘട്ടത്തിൽ അമേരിക്ക പ്രസിഡന്റ് ലിൻഡൻ B. ജോൺസണോട് ഞങ്ങൾക്ക് കുറച്ചുകൂടി ധാന്യം തരണം, ഞങ്ങൾ പട്ടിണിയിലാണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, യു ഗോ ഫോർ ഗ്രീൻ റവല്യൂഷൻ. നിങ്ങൾ ഗ്രീൻ റവല്യൂഷൻ, ഭക്ഷ്യ വിപ്ലവം നിങ്ങളുടെ രാജ്യത്ത് കൊണ്ടുവരണം. അങ്ങനെ അവിടെ നിന്ന് അദ്ദേഹം ശാസ്ത്രജ്ഞരെയും ഹൈ യീൽഡിംഗ് വെറൈറ്റി വിത്തും എല്ലാം കൊടുത്ത് ഇന്ത്യയിലേക്ക് അയക്കുന്നു. മിസ്സിസ് ഗാന്ധി അതിനുവേണ്ടി കുറെ സാക്രിഫൈസസ് ചെയ്തു. ഇന്ത്യയുടെ ഭാഗത്തു നിന്നും നമ്മുടെ കറൻസി ഡീവാല്യൂ ചെയ്തു. അങ്ങനെ പല സാക്രിഫൈസസും ഇന്ത്യയും ചെയ്തു. മിസ്റ്റർ ആര്യാടൻ ഷൗക്കത്തിന്റെ കാര്യം പറഞ്ഞാൽ, അതായത് 1966 പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, അതായത് നമ്മുടെ ഇപ്പോഴത്തെ റേഷൻ സമ്പ്രദായം കൊണ്ടുവന്നത് 1966 മിസ്സിസ് ഗാന്ധി ഈ ഭക്ഷ്യവിപ്ലവത്തിന് MS സ്വാമിനാഥനെ രംഗത്തിറക്കുന്നതോടൊപ്പം തന്നെയാണ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. അതായത് ഈ അരിയുടെ ഉൽപാദനമൊക്കെ വളരെ കുറഞ്ഞ സംസ്ഥാനങ്ങളിൽ പട്ടിണി കൂടുതലാകും എന്നുള്ളത് കൊണ്ടാണ് ഈ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം അഥവാ നമ്മുടെ റേഷൻ സമ്പ്രദായം കൊണ്ടുവരുന്നത്. അത് കഴിഞ്ഞ് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ഇവിടെ കൊണ്ടുവന്ന വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിൽ വന്ന മാറ്റങ്ങള്, ഇവിടെ നമ്മുടെ ISRO തൊട്ടുള്ള എല്ലാ ശാസ്ത്രീയ സംരംഭങ്ങളുടെയും ആരംഭം, ഇതെല്ലാം പറയാൻ കിടക്കുക. അതൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ 2005 തൊഴിലുറപ്പ് പദ്ധതി അതാര് കൊണ്ടുവന്നു? UPA ഗവൺമെന്റ്, കോൺഗ്രസ് സഖ്യമാണ് അത് കൊണ്ടുവരുന്നത്. ആ തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവന്നത് കൊണ്ടാണ് കോവിഡ് കാലത്ത് കുറെ പേര്, ലക്ഷക്കണക്കിന് ആളുകള് ആ തൊഴിലുറപ്പ് പദ്ധതിയുടെ വേതനം, അതായത്
ഭക്ഷ്യം കിട്ടുമെങ്കിലും മരുന്നും മറ്റു സാധനങ്ങളും ഒക്കെ വാങ്ങാൻ പണം വേണ്ടേ മനുഷ്യർക്ക്? അതിനൊക്കെയുള്ള കൈക്കാശ് ഉണ്ടായത് ആ തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടാണ്. ഇനി അത് കഴിഞ്ഞാലോ, 2013 നമ്മള് പറഞ്ഞില്ലേ, കിറ്റും കമ്മ്യൂണിറ്റി കിറ്റും എവിടെ നിന്നാണ് അരിയും സാധനങ്ങളും കിട്ടിയെന്ന്? 2013 ഭക്ഷ്യസുരക്ഷ ആക്ട്, നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട്. അതായത് കോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് ഭക്ഷണം മനുഷ്യന്റെ അവകാശമാക്കി മാറ്റുന്ന ആക്ട്. അതും UPA ഗവൺമെന്റ്, കോൺഗ്രസ് നയിക്കുന്ന UPA ഗവൺമെന്റ് ആണ് അതും കൊണ്ടുവന്നത്. അപ്പൊ ഇങ്ങനെ പറയുകയാണെങ്കിൽ കോൺഗ്രസ് അതിന്റെ ഭരണകാലത്ത് ഇന്ത്യയെ ആ ദാരിദ്ര്യത്തിൽ നിന്ന് സമ്പന്നതയിലേക്ക്, ലോ GDP-യിൽ നിന്ന് ഉയർന്ന GDP-യിലേക്ക്, ഇല്ലിറ്ററസിയിൽ നിന്ന് ലിറ്ററസിയിലേക്ക്, ലോ ഹെൽത്തിൽ നിന്ന് ഹെൽത്തിലേക്ക് ഒക്കെ വരാൻ വേണ്ടി അങ്ങേയറ്റം കരുക്കൾ നീക്കിയ, ബുദ്ധിപൂർവം കരുക്കൾ നീക്കിയ ഒരു പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത്. എപ്പോഴൊക്കെ ഭരണത്തിൽ വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ, അതായത് ഒരു ഹൈലി, അതായത് എന്താ പറയുക, നമ്മള് സെക്യുലറായ രീതിയിൽ തന്നെ ഭരണം എന്നും സെക്യുലറായിട്ട് മുൻപോട്ട് പോയി എന്ന് മാത്രവുമല്ല, മതസ്പർദ്ധ വളർത്താതെ, അത് വളർത്തി അതിൽ നിന്ന് മുതലെടുക്കാതെ, അതിനുവേണ്ടി പുതിയ നിയമങ്ങൾ ഉണ്ടാക്കാതെ, നിലവിലിരിക്കുന്ന നിയമങ്ങളെ വളച്ചൊടിക്കാതെ മുൻപോട്ട് പോയ ഒരേ ഒരു ഗവൺമെന്റ് ആണ് കോൺഗ്രസ് ഗവൺമെന്റ്. ആ ഗവൺമെന്റിന്റെ ചുക്കാൻ പിടിച്ചാണ് ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂരിൽ മത്സരിക്കാൻ വന്നിരിക്കുന്നത്. ആ ഷൗക്കത്തിനല്ലേ നാം വോട്ട് കൊടുക്കേണ്ടത്? ആ ഷൗക്കത്തിന്റെ പാർട്ടി അല്ലേ ഇന്ത്യയെ ഇന്നത്തെ ഈ 335 ലക്ഷം മെട്രിക് ടൺ ഭക്ഷ്യോൽപാദനത്തിലേക്ക് കൊണ്ടുവന്നത്, ഇന്നത്തെ ആയുരാരോഗ്യം കൊണ്ടുവന്നത്, ഇന്നത്തെ ലിറ്ററസി കൊണ്ടുവന്നത്? അങ്ങനെ ഇപ്പോൾ ആരെങ്കിലും മതസ്പർദ്ധ സൃഷ്ടിക്കുന്നുവെങ്കിൽ അതിനെതിരായി നിലകൊള്ളുന്നതും അതേ പാർട്ടി തന്നെയാണ്. അപ്പോ ആ പാർട്ടിയിലെ ആര്യാടൻ ഷൗക്കത്തിനെ ജയിപ്പിക്കാനാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ നിലമ്പൂരുകാർ ശ്രമിക്കേണ്ടത്. മറ്റൊരു വാക്കുകൾക്കും വഴങ്ങിക്കൊടുക്കാതെ, ഒരു യുക്തിക്കും വഴങ്ങിക്കൊടുക്കാതെ, ഇതാണ് യഥാർത്ഥ സത്യം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ സത്യത്തോട് ചേർന്ന് നിൽക്കുക. അതാണ് നിങ്ങളുടെ ജാതി എന്തുമാകട്ടെ നിങ്ങളുടെ ദൗത്യം, നിങ്ങളുടെ ഭാവിക്ക് നല്ലത്, നിങ്ങളുടെ വരുന്ന തലമുറകൾക്ക് നല്ലത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്.